നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ അവിടെ എന്നെ ഫോളോ ചെയ്യുക. അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ DM ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസ് വേണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മെമ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് മുമ്പ് തന്നെ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ മെമ്പർ ആവുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈ മാസത്തിൻ്റെ? ഓവറോൾ എനർജി ചാരിയറ്റ്. പാസ്റ്റിൽ നിങ്ങൾക്ക് 10 of Wands. കറണ്ട് എനർജി നിങ്ങളുടെ 6 of Cups. ഫ്യൂച്ചറിൽ 2 of Wands. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 5 of Pentacles. അഡ്വൈസ് Knight of Wands. ഹിഡൻ ഫാക്ടറിൽ സൺ. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ ജെമിനായി, ഇവിടെ ചാരിയറ്റ് എനർജി ക്യാൻസർ എനർജിയാണ്. ഇവിടെ ഞാൻ ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ് കാണുന്നത്. ട്രാവൽ കാണുന്നുണ്ട് ഈ മാസം. ഒരു ചോയ്സിൻ്റെ എനർജിയും ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ 2 ഓപ്ഷൻസിൽ ചോയ്സ് എടുക്കേണ്ടി വരും. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. ആൻഡ് ഡെവിൽ. അപ്പോൾ ഇവിടെ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഉണ്ട്, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായിരിക്കാം, കരിയറിലായിരിക്കാം. പക്ഷേ ഈ സിറ്റുവേഷൻ്റെ കാരണം നിങ്ങളുടെ പ്രോഗ്രസ് സ്ലോ ആവണു. അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ 2 ചോയ്സസ് ഉണ്ടാവും. ഒന്ന് സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി സ്ലോ പ്രോഗ്രസ്, മറ്റേത് കറപ്ഷൻ ആൻഡ് ഡിസെപ്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ 2 ചോയ്സസ്, ഒരു ചോയ്സ് കുറേ ടെംപ്റ്റിംഗ് ആയിരിക്കും. ഈ ഡെവിലിൻ്റെ എനർജി ടെംപ്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് അറിയാം ഇത് ശരിയല്ല, ഈ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ശരിയല്ലാത്ത ഡിസിഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടെസ്റ്റ് ആയിരിക്കും ഈ മാസം യൂണിവേഴ്സ് തരണത്. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് ആൻഡ് വേറെ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് കുറേ ഒരു ടെംപ്റ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ അതൊരു ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ അതിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. പക്ഷേ അത് നിങ്ങൾക്ക് അറിയാം, മനസ്സിലത് ശരിയല്ല എന്ന്. മറ്റേ ഓപ്ഷൻ ഇവിടെ നിങ്ങളുടെ സ്റ്റേബിൾ പാർട്ട്ണറുടെ കൂടെ ആയിരിക്കാം. അപ്പോൾ അതൊരു ചോയ്സാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. 10 of Wands ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ബാഗേജ്, ഒരു ബേർഡൻ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു. ഓറൽസ് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ വഴക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പേടി വന്നു നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആയ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടാവുമെന്ന്. പക്ഷേ ആ എൻഡിങ് ഉണ്ടായി. നിങ്ങൾ എന്തോ റിലീസ് ചെയ്തു ആൻഡ് മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ നോക്കി. ഇപ്പോൾ കറണ്ട് എനർജിയിൽ 6 of Cups. കറണ്ട് എനർജിയിൽ ഈ സെയിം പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. 6 of Cups ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കുന്നുണ്ടാവും. ആൻഡ് ഇവിടെ ഒരു കിങ് ഓഫ് വാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പേഴ്സൺ ഒരു പുതിയ പേഴ്സണാണ്, മറ്റേ പേഴ്സൺ ഒരു പാസ്റ്റ് പേഴ്സണാണ്. പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ എന്തോ ഹിസ്റ്ററി ഉണ്ട്. ഇത് ആ കിങ് ഓഫ് വാൻസ് ആയിരിക്കാം, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഈ 2 ചോയ്സസിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാണ്ട് ഇപ്പോൾ ഏത് ചോയ്സാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്, മറ്റേ പേഴ്സണിൻ്റെ കൂടെ നിങ്ങളുടെ
ഒരു ബാഗേജ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതൊരു എപ്പോഴും ഒരു ടെംപ്ടേഷനാണ്. എനിക്ക് ആ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഒരു ചാൻസ് കൂടിയും കിട്ടിയാൽ അത് നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടെംപ്ടേഷൻ ഉണ്ടാവും ഈ മാസം. 2 of Wands ആണ് ഫ്യൂച്ചറുടെ കാർഡ്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഇതൊരു ലോങ് ടേം ഡിസിഷനാണ്. യൂണിവേഴ്സ് നിങ്ങളോട് എല്ലാം ലോങ് ടേം വെച്ചിട്ട് വേണം, ലോങ് ടേം ഗോൾസ് മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് ഇവിടെ അഡ്വൈസ് തരണത്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓൾറെഡി കുറേ ഹാർട്ട് ബ്രേക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ തീർന്നുണ്ട് പറഞ്ഞാൽ അതിപ്പോൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്, പക്ഷേ അത് സ്റ്റേബിൾ അല്ല. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് ചോയ്സ് നല്ല പോലെ ആലോചിച്ചിട്ട് വേണം ചൂസ് ചെയ്യാം. 5 of Pentacles ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഈ മാസം നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഫീൽ ചെയ്യും, ഒരു ലോസ് റിജക്ഷനായി ഫീൽ ചെയ്യും, നിങ്ങൾ ടെംപ്റ്റഡായി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിലൊരു ഗിൽട്ടും ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അത് നിങ്ങളുടെ ഈ ഫീലിങ്സൊക്കെ ഈ ടെംപ്റ്റേഷൻ എവിടെയും നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനും ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു ഗിൽട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. 7 of Wands ഉണ്ട് ഇവിടെ, ഒരു ബ്ലോക്കിൻ്റെ എനർജിയാണ്. Knight of Wands നിങ്ങളുടെ അഡ്വൈസ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ട് എനർജിയിലാണ്. അവർ ആദ്യം തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, പക്ഷേ അത് സ്റ്റേബിൾ എനർജി അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയറായി ഡിസിഷൻ എടുക്കേണ്ടത്. ഒരു പേഴ്സണെ കട്ട് ഓഫ് ചെയ്യണം നിങ്ങൾക്ക് ആ ഡിസിഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ഫേം ആയിട്ട് ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വേണം ആ ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും സ്റ്റെബിലിറ്റി കൊണ്ടുവരില്ല. സൺ എനർജിയാണ് ഹിഡൻ ഫാക്ടർ. നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ആ റിയലൈസേഷൻ ഉണ്ടാവും ഇത് എന്താ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. 3 of Cups ഉണ്ട് ഇവിടെ, 4 of Pentacles ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇൻവോൾവ് ആവാൻ, പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് കൺട്രോൾ ചെയ്യാനാണ് പറയണത്. 8 of Wands ആണ് നിങ്ങളുടെ ഔട്ട്കം. ഇവിടെ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ട്, കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ട്രാവൽഡ് എനർജി ഉണ്ട്. ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരുന്നുണ്ട്. ഇവരുടെ കൂടെ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവർ ആദ്യം തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് ആരാണ് ട്രൂലി ലവ് ചെയ്യണ പേഴ്സണിന് ആ പേഴ്സണെ വെരി ഫെയർ ആയിട്ട് വേണം ജഡ്ജ് ചെയ്യാൻ. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ആ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ അത് വിട്ടിട്ട് നിങ്ങൾ വേറെ ഒരു ടെമ്പററി സിറ്റുവേഷനിൽ ടെംപ്റ്റായി പോയാൽ അത് പിന്നെ കോംപ്ലിക്കേറ്റ് ചെയ്യും ഈ റിലേഷൻഷിപ്പിനെ. അപ്പോൾ ഇവിടെ കാപ്രിക്കോൺ ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വോഗോ, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഇവിടെ ചൂസ് എ ന്യൂ ഡിറക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി ടെംപ്റ്റഡ് ആയിരിക്കണു, ഓൾറെഡി നിങ്ങൾക്ക് പാസ്റ്റ് പേഴ്സണെ കൂടെ കണക്ട് ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ട് വെച്ചാൽ ഇതൊരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജെമിനായി, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.